ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 6ാം ക്ലാസ്സിലെ ചലേം എന്ന കഹാനിയുടെ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസുമാണ്. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഉസ് രാത് ദോനോं को नींद न आई क्यों? ആ രാത്രിയിൽ രണ്ടുപേർക്കും ഉറക്കം വന്നില്ല, എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിവരണം തന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഉറക്കം വരാതിരുന്നത്? ക്യോങ്കി ദോനോ ബഹുത്ത് ഖുശ് ദി. എന്തുകൊണ്ടെന്നാൽ രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു, അല്ലേ? സൈക്കിളും സ്കൂട്ടിയും വാങ്ങി അതിൻ്റെ സന്തോഷത്തിലും നാളെ അത് ഓടിച്ചു പഠിക്കാം എന്നുള്ള ആ ഒരു ചിന്തയിലും. ക്യോങ്കി ദോനോ ബഹുത്ത് ഖുശ് ദി. ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്യാദാ നൂർ മദ്ജാന. കൂടുതൽ ദൂരം പോകരുത്. അമ്മാനെ ടുക്കുക്കോ സമച്ചായ. ആപ്പി സ്യാദാ ദൂർ മദ്ജാന. टुक्कू अम्मा को समझाया. यहाँ दोनों का कौन सा मनोभाव प्रकट होता है? അതായത് സൈക്കിളും സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് അമ്മ കുട്ടിയോട് പറയുന്നുണ്ട് കൂടുതൽ ദൂരം പോകണ്ട, അതേപോലെ കുട്ടി അമ്മയോടും പറയുന്നുണ്ട്. ഇവിടെ അവരുടെ രണ്ടുപേരുടെയും എന്തു മനോഭാവമാണ് പ്രകടമാക്കുന്നത്? എന്തു മനോഭാവമാണെന്ന് നോക്കൂ. ആപ്പസി പ്യാർ ഔർ ദേഖ്ഭാൽ കർണേ കാ മനോഭാവ്. ആപ്പസി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ആപ്പസി പ്യാർ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹവും, ദേഖ്ഭാൽ കർണേക്കാ മനോ. ദേഖ്ഭാൽ എന്ന് പറഞ്ഞാൽ സംരക്ഷണം, സംരക്ഷിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ആപ്പസി പ്യാർ ഔർ ദേഖ്ഭാൽ കർണേക്കാ മനോഭാവ്. അത് മകനോടുള്ള സ്നേഹവും സംരക്ഷണവും, അതുപോലെ മകന് അമ്മയോടുള്ള സ്നേഹവും സംരക്ഷണവുമാണ് അവിടെ പ്രകടമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. गिर गए तो क्या मसा तो आया? ऐसा അനുഭവ ആപ്കോ ഹേ ബതായി. അതായത് വീണാൽ എന്താ നല്ല രസമില്ലായിരുന്നോ? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? ബതായി. ഹാം, ഉണ്ടായിട്ടുണ്ട്. ഹാം. പിछले साल मैं साइकिल चलाते समय ബൈലേസ് ബിഗഡക്കർ നീച്ചേ ഗിര. അതായത് എനിക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ സൈക്കിള് ഓടിക്കുന്ന സമയത്ത് ബാലൻസ് ബിഗഡക്കർ, ബാലൻസ് ഇല്ലാതായിട്ട് നീച്ചേ ഗിര, താഴെ വീണു. ചോട്ടിലക, മുറിവുണ്ടായി. ഏക അനുഭവ ബഹുത്ത് മസാലക. ഈ അനുഭവം വളരെ രസമായി തോന്നി, വളരെ രസകരമായിട്ട് തോന്നി. ഹാം പിछले साल में साइकिल चलाते समय बैलेंस बिगड़कर नीचे गिरा, चोट लगा. ഏക അനുഭവം ബഹുത്ത് മസാ ലഗ. ഈ അനുഭവം വളരെ തമാശയായി തോന്നി, അല്ലെങ്കിൽ രസമായിട്ട് തോന്നി. മനസ്സിലായല്ലോ? ഇത് 3 ക്വസ്റ്റ്യൻ്റെ ആൻസറും. അടുത്തതിന് നമുക്ക് പഠിക്കാനുള്ളത് ക്രമസേ ലിഖേ. ഒരു 6 കഥയിലെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് ക്രമത്തിൽ താഴെ എടുത്ത് എഴുതണം. അമ്മാനെ സപ്ന ദേക്കാ വോ ടുക്കു കോ സ്കൂട്ടി പർ ബിഠായേ സ്കൂൾ ചോടിനെ ജാ രഹി ഹേ. അമ്മ സ്വപ്നം കണ്ടത് ടുക്കുവിനെ സ്കൂട്ടിയിലിരുത്തി സ്കൂളിൽ കൊണ്ടുവിടുന്നത്. അമ്മാനെ ടുക്കു കെ ലിയെ സൈക്കിൾ അവർ അപ്പനെ ലിയെ ഏക് സ്കൂട്ടി ഖരീദ് ലി. അമ്മ ടുക്കുവിന് ഒരു സൈക്കിളും അമ്മയ്ക്ക് വേണ്ടി ഒരു സ്കൂട്ടിയും വാങ്ങി. ആ ക്രമം വെച്ച് നോക്കുമ്പോൾ ആദ്യം അതായിരിക്കാം, അല്ലേ? അമ്മാക്കി കോഹിനി ഔർ ഖുഡിനെ ചിൽ ഗയെ. അമ്മയുടെ കൈമുട്ടും കാൽമുട്ടും തൊലി ഉരഞ്ഞു. അമ്മ ഔർ ടുക്കു ഏക്ക് ദൂസരേക്ക് ഗലേമേ ആങ്കേ ടാൽക്കർ സോ ഗയെ. അമ്മയും ടുക്കുവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ഉറങ്ങി. സൈക്കിൾ ടുക്കു ദോനോം ഗിർപടേ. സൈക്കിളും ടുക്കുവും രണ്ടുപേരും വീണു. സുബഹ ടുക്കുവിനെ അപ്പനി സൈക്കിൾ നികാലി അവർ അമ്മാനെ അപ്പനെ സ്കൂട്ടി. രാവിലെ ടുക്കു എന്ത് ചെയ്തു? തൻ്റെ സൈക്കിളും എടുത്തു, അമ്മയുടെ സ്കൂട്ടറും എടുത്തു. അപ്പോൾ ഇത് ഓർഡറിൽ എഴുതുന്ന സമയത്ത് എങ്ങനെ വരും? ആദ്യത്തെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അമ്മാനെ ടുക്കു കെ ലിയെ സൈക്കിൾ ആൻഡ് അപ്പനെ ലിയേക്ക് സ്കൂട്ടർ ഖരീദി. ഇനി അടുത്തത് എന്തായിരിക്കാം? സ്കൂട്ടർ ഖരീദ് ചെയ്തിട്ട് പിന്നെ അടുത്തത് എന്താണ്? सुबह टुक्कू ने अपनी साइकिल निकाली और अम्मा ने अपनी स्कूटी. അതായത്
ലാസ്റ്റിലത്തെയാണ് രണ്ടാമത്തെ ലാസ്റ്റിലത്തെ. ഇനി അടുത്തത് മൂന്നാമത്തെ, സൈക്കിൾ ടുക്കു ദോനോ ഗിർപ്പടേ. മൂന്നാമത്തെ ഏതാണ്? സൈക്കിളും ടുക്കുവും കൂടെ താഴെ വീണു. മൂന്നാമത്തെ. അടുത്തത് ഏതായിരിക്കാം? അമ്മാക്കി കോഹിനി അവർ ഖുട്നിച്ചിൽ ഗയി. കാലും കൈമുട്ടും കാൽമുട്ടും ഒക്കെ തൊലി പോയി. അടുത്തത് അഞ്ചാമത്തെ, അമ്മ और टुक्कू एक दूसरे के गले में ബാങ്കേം ഡാൽക്കർ സോയി. അഞ്ചാമത്തെ ഇതാണ്. അമ്മയും ടുക്കുവും കൂടെ കെട്ടിപ്പിടിച്ച് ഉറങ്ങി. ആറാമത്തെ ഏതാവാ? ഇനി ഏതാ ഉള്ളത്? അമ്മാനെ സപ്പന ദേക്കാ വോ ടുക്കു കോ സ്കൂട്ടി पर बिठाए സ്കൂൾ छोड़ने जा रहा രഹീതി. ഇതാണ് ആറാമത്തെ. ഇത് നിങ്ങൾ താഴെ എടുത്തെഴുതിയാൽ മതി. 1, 2 ഒന്നാമത്തെ എഴുതിയിട്ടുണ്ട്. ബാക്കി ഇത് പ്രകാരം താഴേക്ക് എടുത്ത് ആ കോളത്തിൽ എടുത്തെഴുതുക. 1, 2, 3 നമ്പർ ഇട്ടിട്ടില്ലേ, അതേ ക്രമത്തിൽ എടുത്തെഴുതുക. 1 എഴുതിയിട്ടുണ്ട്. ഇനി 2 ഏതാണ്? 2 ഇത്, മൂന്നാമത്തെ ഇത്, 4 ഇത്, 5 ഇത്, 6 ഏറ്റവും ലാസ്റ്റ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് കുറച്ച് സമർത്ഥൻ കരി സഹി വാക്കി ചുൻകർ ലീഗെ. ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ സഹി ഏതാണോ അവിടെ ടിക്ക് ചെയ്യണം. സഹി എന്ന് പറഞ്ഞാൽ ശരി, മനസ്സിലാക്കിയിട്ട് ശരി ഏതാന്ന് വെച്ചാൽ ടിക്ക് ചെയ്യണം. ഒന്നാമത്തെ എന്താണ്? സ്കൂട്ടറാണ് അല്ലേ? സ്കൂട്ടറിൽ ഒരു ലേഡി പോകുന്നുണ്ട്, ഒരു പുരുഷനും പോകുന്നുണ്ട് അല്ലേ? രണ്ടാമത്തെ ചിത്രം, ഒന്നാമത്തെ ചിത്രത്തിൽ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്, രണ്ടാമത്തേൽ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. അപ്പം നമുക്ക് താഴെ നോക്കാം. നോക്കൂ, ബൈക്ക് ചലാത്തെ സമയം ഹെൽമെറ്റ് പഹനേം. ബൈക്ക് ചലാത്തെ സമയം ഹെൽമെറ്റ് പഹനേം. അതാണ് ഇവിടെ എഴുതേണ്ടത്. ബൈക്ക് ചലാത്തെ സമയം ഹെൽമെറ്റ് പഹനേം. ഇതാണ് ഇവിടെ എടുത്തെഴുതേണ്ടത്. ബൈക്ക് ചലാത്തെ സമയം ഹെൽമെറ്റ് പഹനേം. അപ്പോൾ ഏതാണ് ടിക്കിടേണ്ടുന്നത്? ടിക്കിടേണ്ടുന്നത് ഇതാണ് ടിക്കിടേണ്ടുന്നത്. അടുത്ത ചിത്രം നോക്കൂ, കാറാണ് അല്ലേ? ഒരു കാറിൽ സീറ്റ് ബെൽറ്റ് ഇട്ട ഒരു ചിത്രമുണ്ട്, സീറ്റ് ബെൽറ്റ് ഇടാത്ത ഒരു ചിത്രമുണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ട ചിത്രം ഇതാണ് അല്ലേ? അപ്പം നമുക്ക് ഇവിടെ ടിക്ക് കൊടുക്കാം. അതിനനുയോജ്യമായ സെൻറ്റൻസ് കാർ ചലാത്തെ സമയം. ഇതാ നോക്കൂ, കാർ ചലാത്തെ സമയം സീറ്റ് ബെൽറ്റ് പഹനേ. കാർ ചലാത്തെ സമയം ചലിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? സീറ്റ് ബെൽറ്റ് പഹനേ. സീറ്റ് ബെൽറ്റ് ധരിക്കണം. കാർ ചലാത്തെ സമയം സീറ്റ് ബെൽറ്റ് പഹനേ. അടുത്ത ചിത്രം നോക്കൂ. അടുത്ത ചിത്രത്തിൽ ഏതാ ശരിയെന്ന് നോക്കൂ. ഇപ്പം നമ്മൾ ഒന്നിച്ച് നോക്കുന്ന സമയത്ത് ഒരു വണ്ടിയിൽ ഒരു ബൈക്കിൽ 2 പേര്, ഒരു ബൈക്കിൽ 3 പേര്. ഇതിലേതാണ് ശരി? ഇതാണ് ശരി അല്ലേ? ഒരു ബൈക്കിൽ 2 പേരെ പോകാൻ പാടുള്ളൂ. അപ്പം നോക്കൂ, ഈ സെൻറ്റൻസ് നോക്കൂ, ഏക്ക് ബൈക്ക് മേ ദോ ഹി സവാർ ഹോ. ഇതാണ് ഇവിടെ എഴുതേണ്ടുന്നത്. ഏക്ക് ബൈക്കുമേ എത്ര സവാരിയാണ് ഉണ്ടാകണ്ടേ? ദോഹി 2. ദോഹി സവാർ എന്ന് പറഞ്ഞാൽ യാത്രക്കാർ. സവാർ ഹോ 2 യാത്രക്കാരെ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് അവിടുത്തെ സഹി അല്ലേ? ഏക്ക് ബൈക്കുമേ ദോഹി സവാർ ഹോ. അടുത്ത ചിത്രം നോക്കൂ. ഇത് ഇത്തിരി കൺഫ്യൂഷൻ വരുത്തുന്നതാണ്. 2 പേരും മൊബൈലിൽ സംസാരിക്കുന്നുണ്ട് അല്ലേ? അപ്പം 2 പേരും വണ്ടിയിലാണ്. മൊബൈലിൽ സംസാരിക്കാൻ പറ്റുമോ? വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈലിൽ സംസാരിക്കാൻ പാടില്ല അല്ലേ? ഇതിൽ ഏത് വണ്ടിയാണ് ഓടുന്നതെന്ന് നോക്കൂ. ഫസ്റ്റിലത്തെ വണ്ടിയാണ് ഓടുന്നത്, അയാൾ മൊബൈലിൽ സംസാരിക്കുന്നുണ്ട്. സെക്കൻഡിലെ വണ്ടി ഓടുന്നില്ല, അയാൾ കാല് നിലത്ത് വെച്ചിരിക്കുക. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇങ്ങനെ ശരിക്കും നോക്കുകയാണെങ്കിൽ 2 പേരും വണ്ടി ഓടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ രണ്ടാമത്തെ വണ്ടി ഓടിക്കുന്ന ആളിൻ്റെ കാല് നിലത്താണ്. അപ്പോൾ അത് വണ്ടി ഓടിക്കുന്നില്ല കേട്ടോ.
വണ്ടി നിർത്തിയിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് ശരി. ഏതാണ് ശരി? രണ്ടാമത്തെ. അതിനിവിടെ എന്തെഴുതും? മൊബൈൽ ചലാത്തെ സമയം എന്താ എഴുതുക? ഗാഡി ചലാത്തെ സമയം മൊബൈൽ കാ ഇസ്തേമാൽ ന കരേം. ഇതാണ് ഗാഡി ചലാത്തെ സമയം, അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ കാ ഇസ്തേമാൽ എന്ന് പറഞ്ഞാൽ ഉപയോഗം. ഇസ്തേമാൽ ന കരേം. അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഉപയോഗം ചെയ്യരുത്. അപ്പം ഈ ചിത്രം കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷേ കാല് നിലത്ത് കുത്തിയിരിക്കുന്നത് കൊണ്ട് വണ്ടി ഓടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ മനസ്സിലായല്ലോ ഇത് നിങ്ങളെല്ലാവരും ഇതിൽ ഒരെണ്ണം അടുത്ത എക്സാമിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക.